ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. 2026 സമ്പൂർണ്ണ വിഷുഫലം. അത് മകയിരം നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് പറയുന്നത്. 2026 ഏപ്രിൽ മാസം 14-ാം തീയതി, അതായത് മീനം രാശിയിൽ ശനിയും മിഥുനം രാശിയിൽ വ്യാഴവും നിൽക്കെ കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1-ാം തീയതി, അതായത് ഏപ്രിൽ മാസം 14-ാം തീയതി ചൊവ്വാഴ്ച ചതയ നക്ഷത്രത്തിൽ കൃഷ്ണപക്ഷ ദ്വാദശ തിഥിയും സുരഭീകരണവും ശുഭ്രാനാമ നിത്യയോഗവും ഒത്തുവന്ന ദിവസം ഭൂമി ഭൂതോദയം കൊണ്ട് മേടം രാശിയിലേക്ക് രവി സംക്രമിക്കുന്നു. മീനം രാശിയിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആദിത്യഗ്രഹം മേടം രാശിയിലേക്ക് മാറുന്ന സമയത്തുള്ള നക്ഷത്രവും തിഥീകരണവും നിത്യയോഗവും ഗ്രഹങ്ങളുടെ പ്രധാന സ്ഥിതിയും ഒരു വർഷത്തേനുള്ളത് ആണ് ഗണിച്ചു നോക്കിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ സമയത്തെ അടിസ്ഥാനമാക്കിയാണ് വിഷുഫലം പറയുന്നത്. മകയിരം നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വിഷുഫലം വളരെയധികം അഭിവൃദ്ധികൾ തരുന്ന ഒരു സമയമായിട്ടാണ് കണക്കാക്കുന്നത്. വിഷുഫലം എന്ന് പറയുന്നത് മറ്റ് ദശാഫലങ്ങളോ ഗോചരഫലങ്ങളോ ഒന്നും ബാധകമല്ല. അത് മേടം രാശിയിൽ അത് ആദിത്യൻ എന്ന് പറയുന്ന ഗ്രഹം തൻ്റെ ഉച്ചരാശിയായ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഓരോ ഗ്രഹത്തിനും ഉച്ചം, മൂലക്ഷേത്രം, സ്വക്ഷേത്രം, ശത്രുക്ഷേത്രം, മിത്രക്ഷേത്രം, ബന്ധുക്ഷേത്രം എന്നൊക്കെ ഉണ്ട്. ഏറ്റവും ബലം പ്രാപിക്കുന്ന ഒരു രാശിയാണ് ഉച്ചരാശി. അത് ആദിത്യന് മേടം രാശിയാണ്. ആ മേടം രാശിയിലേക്ക് സംക്രമിക്കുക, അതിനാണ് വിഷുവായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. വിഷു എന്ന് പറയുമ്പോൾ ഒരു വിളവെടുപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഉത്സവമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ വരുന്ന ആ വിഷുവിന് ശേഷം ഓരോ വ്യക്തികൾക്കും വന്നു ചേരാവുന്ന അഭിവൃദ്ധി, അത് പ്രധാനമായിട്ട് പ്രകൃതിയെ ഒക്കെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിക്ക് സുലഭമായ രീതിയിൽ വേണ്ട കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ഒരു വർഷത്തേന് ഉണ്ടാകുമോ? പ്രകൃതിക്ക് മാത്രമല്ല, പ്രകൃതി എന്ന് പറയുമ്പോൾ ധാരാളം മഴ ലഭിക്കണം, അതുപോലെ തന്നെ വെയിലുണ്ടാകണം, വൃക്ഷ ലതാദികൾക്കും പക്ഷി മൃഗാദികൾക്കും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാകണം. അതുമൂലം മനുഷ്യർക്കും അതിൻ്റേതായ അഭിവൃദ്ധികൾ ഉണ്ടാകണം. മനുഷ്യർക്ക് ഓരോ വ്യക്തികൾക്കും അവരുടേതായ രീതിയിൽ ആരോഗ്യവും അതുപോലെ തന്നെ തൊഴിൽ പുരോഗതിയും കുടുംബജീവിതവും ഉല്ലാസവും ഒക്കെ ഉണ്ടാകണമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ വിവിധങ്ങളായ അഭിവൃദ്ധികൾ മകയിരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനുള്ള നല്ല സൗഭാഗ്യങ്ങളുള്ള ഒരു വർഷമാണ്. വിഷുഫലം എന്ന് പറയുന്നത് ഒരു വർഷത്തേനാണ് നിൽക്കുക. എങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ജാതകം നോക്കിയോ മറ്റ് പ്രശ്നങ്ങളൊക്കെ നോക്കിയോ ഒക്കെ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോ വ്യക്തികളെ സംബന്ധിക്കുന്നിടത്തോളം, മകയിരം നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ വിഷുവിന് ശേഷം ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരും. അതായത് ഏതെങ്കിലും തരത്തിലൊക്കെ കീർത്തികൾ വന്നു ചേരുക, മനസ്സിന് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുക. അത് തൊഴിൽ രംഗത്തായാലും കുടുംബത്തായാലും സമൂഹത്തിലായാലും, സഹോദര സ്ഥാനീയർ മുഖാന്തരമോ സന്താനങ്ങൾ മുഖാന്തരമോ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമൊക്കെ നല്ല ഒരു സന്തോഷമുണ്ടാകുന്ന ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിച്ചിരിക്കുന്ന ഒരു വർഷമാണ്. അത് അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല. ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലം. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല വിളകൾ ലഭിക്കുകയും വിളകൾക്ക് അനുകൂലമായ
നല്ല രീതിയിലുള്ള വില ലഭിക്കുന്നതിനും കർഷകർക്കും ഒക്കെ യോഗമുണ്ട്. കാർഷിക രംഗത്ത് ധാരാളം ആൾക്കാർ ഇപ്പോഴും ആശ്രയിക്കുന്നുണ്ട്. മറ്റ് കാര്യങ്ങളും ഒട്ടും കുറവല്ല. അതായത് IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, യുവതി യുവാക്കൾ, മധ്യവയസ്കർ, അതുപോലെ തന്നെ മെഡിക്കൽ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന, അതിൻ്റെ അവാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ അഭിവൃദ്ധികരമാണ്. ശുക്രൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ സ്ഥിതി ഈ മകയിരം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെയാണ് വാഹന സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, കലാകാരന്മാർ, കലയുടെ അവാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പാചക കലയായാലും മറ്റ് വസ്ത്ര നിർമ്മാണവും വ്യാപാരവും ബന്ധപ്പെട്ട ഒരു കലാരംഗവുമായാലും, ഇനി അതുമല്ല തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ അനുകൂലമാണ്. ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്ന ജോലി വിവിധങ്ങളാണ്. അവരുടേതായ സാഹചര്യത്തിനും ഭൂപ്രകൃതിക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഒക്കെ അനുസരിച്ച് തൊഴിലുകൾ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ മത്സ്യബന്ധനമാകാം, ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയാകാം, അല്ലെങ്കിൽ ഒരു സിനിമ അഭിനയമോ നിർമ്മാണമോ തിരക്കഥയോ ഗാനരചനയോ, അതൊക്കെ വളരെ നല്ലതാണ്. അതായത് ഒരു സാഹിത്യന്മാർക്ക് വളരെ അനുകൂലമാണ്. അതായത് എഴുത്തുകളൊക്കെ എഴുതുന്നവർ, കവിത എഴുതുന്നവർ, അതുപോലെ തന്നെ പുതിയ പുതിയ കലാസൃഷ്ടികൾ നടത്തുന്ന സാഹിത്യകാരന്മാർ, പ്രസംഗകല ചെയ്യുന്നവർ, പ്രസംഗം ചെയ്യുന്ന ആൾക്കാർക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാനും തേജസ് വർദ്ധിക്കുവാനും ഒക്കെ ഈ മകരം രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരായാലും, ഇനി അതല്ല ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവരായാലും, ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, എക്സ്റ്റീരിയർ ഡിസൈനേഴ്സ്, അങ്ങനെയൊക്കെ നിരവധി തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട്. അതിൻ്റെയൊക്കെ വർക്കുകളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ വളരെയധികം ശ്രേയസ്സും ധനവും ഒക്കെ വന്നു ചേരും. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന സമയം. ദമ്പതികളായിട്ടുള്ളവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാനും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഉത്തമ സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് സന്താനം വന്നു ചേരുവാൻ യോഗമുള്ള, ഭാഗ്യമുള്ള, ദൈവാധീനമുള്ള ഒരു വർഷമാണ് ഈ വിഷുഫലം കൊണ്ട് കാണുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.